നമസ്കാരം. 2026 മേടമാസം പിറന്നു കഴിഞ്ഞാൽ അശ്വതി, ഭരണി, കാർത്തിക കാൽഭാഗം വരുന്ന മേടക്കൂറുകാർക്ക്, അതിൽ അശ്വതി നക്ഷത്രക്കാർക്ക് ആരോഗ്യപരമായിട്ട് ഒരു മേന്മയുണ്ടാകുന്ന ഒരു വർഷമായിരിക്കും ഈ 2026 മേടം 1-ാം തീയതി മുതൽ. ആരോഗ്യം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി ഇവര് കഠിനാധ്വാനം ചെയ്യും. സാമ്പത്തിക പുരോഗതി ഇവർക്ക് ഉണ്ടാവുന്ന ഒരു സമയം കൂടിയായിരിക്കും. ഏറ്റക്കുറച്ചിലുകൾ ഇവരെ സംബന്ധിച്ച് ജീവിതത്തിൽ വന്നും പോയിക്കൊണ്ടിരിക്കും. അശ്വതി നക്ഷത്രക്കാരുടെ ചില കാര്യങ്ങളിൽ ഇവർ പോലും അറിയാതെ ചില അപ്രതീക്ഷിതമായ ഗുണങ്ങളും ദോഷങ്ങളും വന്നു ചേരാൻ ഇടയുള്ള ഒരു വർഷമായിരിക്കും. ഗവൺമെന്റ് ഉദ്യോഗസ്ഥർക്ക് സ്ഥലം മാറ്റം, പാഴ്ചിലവുകൾ ഇതൊക്കെ വരാൻ ഇടവരും. കാരണം പ്രതീക്ഷിക്കാത്ത സമയത്ത് സ്ഥാനഭ്രംശം സംഭവിക്കുക, ഇവിടെ നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് സ്ഥലം മാറി പോകേണ്ടി വരിക. അതുകൊണ്ട് തന്നെ അനാവശ്യമായ ചിലവുകളും ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ച് കൂടി വരാൻ ഇടയുള്ളൊരു വർഷമാണ്. ആ മേടക്കൂറിൽ വരുന്ന ഭരണി നക്ഷത്രത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഈ വർഷം ഇവരെ സംബന്ധിച്ച് ഭരണി നക്ഷത്രക്കാർക്ക് അത്ര അധികം എഫക്റ്റ് എടുക്കേണ്ടി വരും. ജീവിതത്തിൽ വളരെയധികം കഠിനാധ്വാനം ചെയ്യേണ്ടി വരും ജീവിതം കരപിടിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട്. ഇവർ ചെയ്യുന്ന തൊഴിലുകളിലൊക്കെ ഒരു മേൽനോട്ടം വഹിക്കാൻ ഇടവരും. എന്തായാലും കഠിനാധ്വാനത്തിലൂടെ ജീവിതം കരപിടിക്കാൻ സാധ്യതയുള്ള ഒരു നക്ഷത്രക്കാരാണ് ഭരണി നക്ഷത്രക്കാര്. ഭരണി നക്ഷത്രക്കാർക്ക് കഠിനാധ്വാനം കൂടിയേ തീരൂ ജീവിതത്തിൽ കരപിടിക്കാൻ. വിദ്യാഭ്യാസപരമായിട്ട് പുരോഗതിയുള്ള ഒരു സമയമായിരിക്കും ഇവർക്ക്. വിദേശ ഉപരിപഠനത്തിനൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് അത് സാധിച്ചെടുക്കാൻ ഈ ഭരണി നക്ഷത്രക്കാർക്ക് കഴിയുന്ന ഒരു സമയമായിരിക്കും. ആ മേടക്കൂറിൽ വരുന്ന കാർത്തികയുടെ കാൽഭാഗം നക്ഷത്രക്കാർക്ക് ജീവിതത്തിൽ വളരെയധികം അത്ഭുതകരമായ ഒരു ജീവിത സാഹചര്യം വന്നു ചേരും. രോഗപീഠകൾ ഇവരെ അലട്ടിക്കൊണ്ടിരിക്കാൻ സാധ്യത കൂടുതലാണ്. ചെറിയ ചെറിയ രോഗാദുരിതങ്ങൾ ഇവരെ ഈ വർഷക്കാലം മുഴുവൻ അലട്ടിക്കൊണ്ടിരിക്കും. അതുപോലെ തന്നെ സാമ്പത്തിക ഗുണമേന്മ ഇവർക്ക് ഉണ്ടാകും. വിദേശ യാത്രയ്ക്ക് ശ്രമിക്കുന്നവർക്ക് ഈ കാർത്തിക നക്ഷത്രക്കാർക്ക് അത് അനുകൂലത്തിൽ വരാൻ സാധ്യതയുണ്ട്. വിദേശത്ത് നിന്നും ധാരാളം സമ്പാദിക്കാനുള്ള അവസരങ്ങളും കാർത്തിക കാൽഭാഗ നക്ഷത്രക്കാർക്ക് വന്നു ചേരാൻ ഇടയുള്ള ഒരു സമയം കൂടിയാണ്. കച്ചവട രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ഒരു മനസമാധാനം നഷ്ടപ്പെടുന്ന ഒരു സമയമായിരിക്കും ഈ വർഷക്കാലം. അത് തന്നെ സാമ്പത്തിക ചിലവുകൾ ഇവരെ കൂടുതൽ ദുരിതത്തിലേക്ക് എത്തിക്കാൻ സാധ്യത കൂടുതലാണ്. എല്ലാ കൃത്യമായ പരിഹാരങ്ങൾ ചെയ്ത് മുന്നോട്ട് പോയാൽ ഈ പറയുന്ന അശ്വതി, ഭരണി, കാർത്തിക കാൽഭാഗം മേടക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് രോഗാത ദുരിതങ്ങളും കഷ്ടപ്പാടുകളും ഒരു പരിധി വരെ നമുക്ക് മെയിൻറ്റെയിൻസ് ചെയ്ത് കൊണ്ടുപോകാൻ കഴിയുന്നതായിരിക്കും, നൽകുന്നതായിരിക്കും. നന്ദി, നമസ്കാരം.